നമ്മൾ കുറേ കാലമായി പലരും നമ്മൾ 8ഉം 10ഉം 5ഉം 15ഉം ഒക്കെ വർഷങ്ങളായി അള്ളാഹിൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹകൾ കേൾക്കുന്നവരാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൻ്റെ ധാരാളം മജ്ലിസിലൊക്കെ നമ്മൾ പോയിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ മദ്ഹ് നമ്മിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അത് നമ്മിൽ എവിടെയാണ് വർക്ക് ചെയ്തത് എന്നത് ഓരോ മജ്ലിസ് കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇപ്പം എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ പേടി വരാറുണ്ട്. കാരണം 52ാമത്തെ മജ്ലിസാണിത്. നമ്മൾ ഈ ബുർദ മജ്ലിസ് 52 മജ്ലിസായി. അപ്പോൾ ഞാൻ സാധാരണ കുറേ മജ്ലിസ് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ കൂടുതൽ, അത് കൂടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചോനെ നാളെ അള്ളാൻ്റെ മുമ്പിൽ നമ്മളെത്തുമ്പോൾ 52 മജ്ലിസ് നടത്തിയിട്ട് എന്താടാ നന്നായിട്ടില്ല എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാം? നമുക്കൊരു മറുപടി എന്തെങ്കിലും പറയാൻ വേണ്ടേ? ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പലതുമായിരിക്കും. ഭയങ്കര ബുർദ നടത്തുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഖിദ്മത്ത് എടുക്കുന്ന ആൾ, അതിൻ്റെ കോർഡിനേറ്ററെന്നോ എന്തൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറയലും പലതും ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു അവസ്ഥ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഇവിടെ കൂടിയ ആൾക്കാർക്ക് ആർക്കും എൻ്റെയൊക്കെ കൽബ് ഉള്ളിലേക്ക് നോക്കിയിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു, ഞാൻ ആളാവുന്നു, നിങ്ങളെ കേട്ടത് പോകുന്നു, പരിപാടി പങ്കെടുക്കുന്നു. കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നൊരവസ്ഥ ഇല്ലല്ലോ. അതെങ്ങാനും അള്ളാഹു വെച്ചിരുന്നെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു വിടും എന്നെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഈ മദ്ഹ് നമ്മളിൽ വർക്ക് ചെയ്യണം. നമ്മൾ പാട്ടിലിപ്പം മദീങ്ങൾ ഇങ്ങനെ പാടുകയാണ്, നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അതൊക്കെ അർത്ഥമുള്ള വാക്കുകളാണ്. ഓരോ നല്ല ആശക്യങ്ങളായ ആളുകൾ എവിടെയൊക്കെയോ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയ പാട്ടുകളാണ് ഈ പാടുന്നത്. അതിലിപ്പോൾ അത് കണ്ണ് നിറഞ്ഞ് എഴുതിയവരുണ്ടാവും, അള്ളാഹിൻ്റെ ഹബീബിനെ കണ്ടിട്ട് എഴുതിയവരുണ്ടാവും, ഇത് എഴുതിയിട്ട് പിറ്റേ അന്ന് രാത്രി കണ്ടവരുണ്ടാവും. ഇപ്പം നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, പിന്നെ ആരംഭപ്പോയൻ്റെ രീതിയിൽ നമ്മൾ മലയാളത്തിലൊരു പാട്ട്, ഒരു സഹോദരി എഴുതിയില്ലേ, കരളിൻ്റെ കരളായ ത്വഹാ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിയിടാന്നവരുടെ പാട്ട് നമ്മൾ പാടാറുണ്ട്. അപ്പം അതിൽ ചില വരികൾ എന്നെ വല്ലാതെ എനിക്ക് ഹഠാതാകർഷിച്ചു. അതിൻ്റെ അവസാനത്ത് എന്താണ്, കണ്ണോട് കണ്ണൊന്ന് കണ്ടിട്ടടയണം, കണ്ണിൽ ആ നൂറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരി ഉണ്ട് അതിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് അതൊരു ഉറപ്പ് പറയും പോലെ ഉണ്ട്. അവിടെ കണ്ണിൽ ആ നൂറുണ്ട്, ഉണ്ടാവണമെന്നുള്ള തേട്ടമാണ്, എന്നാലും ഒരു നൂറുണ്ട്. ആ വാക്കിൽ എന്തൊക്കെയോ ഒരു പ്രയോഗങ്ങൾ പ്രത്യേകമായി എനിക്കിങ്ങനെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാനൊരിക്കൽ തെക്കൻ കേരളത്തിലൊരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ നമുക്ക് പരിചയമുള്ള ഒരാൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നു. അപ്പോൾ ആ ഉസ്താദിൻ്റെ ഭാര്യയാണ് ഈ പാട്ട് എഴുതിയത്. ആ ഉസ്താദിൻ്റെ ഭാര്യ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എഴുതിയ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഉസ്താദിൻ്റെ ഭാര്യയാണ്. ഒരു കുട്ടിയൊക്കെ ഉണ്ട്, 2 കുട്ടികളുണ്ട്. അവർ PhD സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എഴുതിയ പാട്ടായത്. ഹിജാബൊക്കെ ധരിച്ച് നല്ല അദബിൽ ഉസ്താദിൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പാട്ട് എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തോ ഒരു പ്രത്യേകത നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിൻ്റെ ഭാര്യ മെല്ലെ ഇങ്ങനെ വേക്കെന്ന് പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹിനെ കണ്ടതിൻ്റെ പിറ്റേന്ന് എഴുതിയ പാട്ടാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഉറപ്പ് പോലെ പ്രയോഗം അതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ എഴുതിയ നമുക്ക് ഇതിൻ്റെയൊക്കെ വരികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മാഷാ അല്ലാഹ് വല്ലാത്ത രസമാണത്. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹം ദുബൈയിലാണുള്ളത്. അദ്ദേഹം മെസ്സേജ് അയച്ചത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. മെസ്സേജ് എന്താണെന്നറിയോ? അദ്ദേഹം ആ സുഹൃത്ത് എന്നോട് പറയുകയാണ്, എനിക്ക് തോന്നുന്നു 25 വയസ്സിന് താഴെ പ്രായമുള്ള കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ, ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ മദീനത്ത് പോയി. അദ്ദേഹം മദീനത്ത് പോകാനുള്ള അവസരം കിട്ടി. എന്നിട്ട് ഇയാൾ സങ്കടത്തോടെ പറയാണ്, പക്ഷേ മദീനത്ത് പോയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ പോലെ മദീനത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ മദീനത്ത് പോയിട്ട് ഞാൻ എന്താ നന്നായോ ചിന്തിക്കാറില്ല. പിന്നെ അടുത്ത തവണ പോകാനുള്ള ടിക്കറ്റ് ഒരു വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ മെസ്സേജ് അയക്കുന്നത്, സാറേ മദീനത്ത് പോയിട്ട് എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതാ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥതയാണ്. നമ്മളെന്താ ചെയ്യുക, നമ്മളിങ്ങനെ അഭിനയിക്കൂ, എന്നിട്ട് അൽഹംദുലില്ലാ മദീനത്ത് പോയിട്ട് എന്തോ റാത്രന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് സെറ്റപ്പാക്കും. അവിടെയാണ് പറയുന്നത്, അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നോക്കും. ഈ മധു കൊണ്ട് കൽബിൽ മാറ്റം വരണം. കൽബിൽ മാറ്റമില്ലെങ്കിൽ നമ്മൾ കുറേ അഭിനയിച്ച് കുറേ ഇഷ്കുള്ളത് പോലൊക്കെ കാട്ടി ആ രീതിയിലായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരിശുകുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിന് ഒരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ പൊരുത്തം കിട്ടണം, മുത്തറസൂലിന്റെ പൊരുത്തം, അതല്ലാത്തൊരു ലക്ഷ്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മളൊരു പിരിവ് പോലും നടത്താറില്ല. ഇവിടെ കുറേ പൈസ ഇങ്ങനെ അട്ടി വെച്ചിട്ട് അടുത്ത പുറത്തേക്കും പിന്നത്തെ പുറത്തേക്കും പൈസ റെഡി ആയതുകൊണ്ടല്ല ഈ പിരിവ് നടത്താത്തത്. അത് വേണ്ടാന്ന് വിചാരിച്ചാൽ നടത്താതെന്നാണ്. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ അള്ളാന്റെ പൊരുത്തത്തിലായിട്ട് നിലനിർത്തട്ടെ. കുറേ എണ്ണം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ചൊല്ലുക, അള്ളാഹിൻ്റെ ഹബീബിനെ അതിങ്ങനെ കേൾക്കുക, അതിങ്ങനെ ആസ്വദിക്കണം. ഓരോ വരികളിലൂടെ ഇങ്ങനെ പോകും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ പൊട്ടും. നമ്മളെ വരികളിലൂടെ ഇങ്ങനെ പോകണം. നമ്മുടെ മജ്ലിസിൽ സാധാരണ ആരും ഫോൺ എടുക്കാറില്ല, ഒരു കുട്ടിയും ഫോൺ എടുക്കാറില്ല, സംസാരിക്കാറില്ല. അത്യാവശ്യത്തിനല്ലാതെ നമ്മൾ വാട്സപ്പോ മറ്റു കാര്യങ്ങളോ നോക്കണമെന്നില്ല.
പിന്നെ ഞാൻ ഫോൺ എടുക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ഓരോ ദ്വാവസീയത്തിന് ഓരോ കാര്യങ്ങൾ പലതും ഓരോരുത്തരുടെ ഇടയ്ക്കാൻ അയക്കും. അപ്പോൾ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ വാട്സപ്പ് നോക്കും. അതിന് വേണ്ടി മാത്രമാണ്, വേറെ ഒരു മെസ്സേജ് ഞാൻ മെയിൻ ചെയ്യാറില്ല. അപ്പോൾ ഇയാളത് പറഞ്ഞിട്ട് ഇയാൾ എന്താ ഫോൺ എടുക്കണമെന്ന് പുതിയ ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ അതിന് വേണ്ടി മാത്രമാണ് അതെടുത്ത് നോക്കുക. അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം, ഏതെങ്കിലും ആൾക്കാർ വഴി ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട്, അല്ലാത്ത കാര്യങ്ങൾക്ക് നോക്കാറില്ല. ഏതായാലും അള്ളാഹു തആല നമുക്ക് കബൂലിയത്ത് നൽകുമാറാട്ടെ. ഓരോ മജ്‌ലിസ് ഇങ്ങനെ കഴിയും തോറും ആ മഹാ കാഴ്ച ഇങ്ങനെ കാണാം. അതൊക്കെ അള്ളാഹു തആല നമുക്ക് വലിയ ഒരുപാട് തവണ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ കൽബ് നന്നാവണം. അതുകൊണ്ട് എല്ലാ തെറ്റുകളും നമുക്ക് മാറിക്കിട്ടുന്ന അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അള്ളാഹിൻ്റെ മഹാന്മാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു മദ്ഹ് കൊണ്ട്, ഇഷ്ക് കൊണ്ട്. അപ്പോൾ ഇഷ്ക് കൊണ്ട് ഹൃദയമാണ് കഴിയുക. അതൊരു ഒറ്റമൂലിയാണ്. അവിടെ നിന്ന് ഏറ്റെടുത്താൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട.